ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ. കൂടുതൽ കുക്കിങ്ങൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളൊന്ന് പുറത്ത് പോയിട്ടോ. അപ്ടൺ പാർക്ക് എന്ന് പറഞ്ഞ ഏരിയയിൽ ഈദിൻ്റെ തലേ ദിവസം ഭയങ്കര രസമാണ്. അവിടെ മെഹന്തി ഇടാനുള്ള ടീംസും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്സും ചോക്ലേറ്റ്സും ഒക്കെ ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ പോയപ്പോൾ നമ്മൾ ജസ്റ്റ് അതുവഴി ഇങ്ങനെ നടന്നൊക്കെ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ നടന്നൊന്നും പോയില്ല. നമ്മൾ കാറിലിരുന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ച് കണ്ടതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുഞ്ഞൂടെ ഉണ്ട്, ഭയങ്കര തിരക്കുമാണ് ആ ഏരിയയിൽ. അപ്പോൾ നമ്മൾ കാറിൽ ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ടൊക്കെ തിരിച്ചെത്തിയപ്പം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസൊക്കെ ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ നേരം വെളുത്തട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ സ്നാക്സ് ആയിട്ട് ഉള്ളിവടയും ഉഴുന്നുവടയും മുട്ട സുർക്ക ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പരിപ്പ് വടയ്ക്കുള്ളതും ഉള്ളിവടയ്ക്കുള്ളതും ഒക്കെ റെഡിയാക്കി. മുട്ട സുർക്ക റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നാട്ടിൽ ഞാൻ മുട്ട സുർക്ക ആക്കും. നമ്മളാക്കുമ്പോൾ ഒരു ഗ്രീനിഷ് ഓഫ് വൈറ്റ് ഷെയ്ഡൊക്കെയാണ് വരുന്നത്. ഈ അജുവിൻ്റെ ഉമ്മയാണേലും എൻ്റെ വീട്ടിലൊക്കെ ആക്കുമ്പോൾ ആ ഷെയ്ഡിലാണ് വരുന്നത്. പക്ഷേ ഞാനുണ്ടാക്കിയപ്പം ഇതിന് മുന്നേ ഉണ്ടാക്കിയപ്പോഴും ഈ കളറിലാണ് കേട്ടോ വന്നത്. എല്ലാം അതെനിക്ക് തോന്നുന്നു ഇവിടെ മുട്ടയിൽ യോക്കിന് കുറച്ച് കളർ കൂടുതലാണ്, ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കും. പക്ഷേ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ സെയിം ആയിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ കളർ മാത്രം ഒരു യെല്ലോ ഷെയ്ഡായിരുന്നു. പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിരിയാണിയുടെ പരിപാടിയിലോട്ട് കയറിയിട്ടോ. അപ്പം നമ്മൾ ബീഫ് ബിരിയാണിയാണ് ആക്കുന്നത്. ബിരിയാണിയുടെ റൈസ് ലാസ്റ്റ് ആക്കാം, ബാക്കിയുള്ളതെല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ട് കിടക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ കുക്ക് ചെയ്ത് വന്നപ്പം ഏകദേശം നേരം വെളുക്കാറായി. പിന്നെ നമ്മൾ ഉള്ളിവടയും പരിപ്പുവടയും ഒക്കെ പൊരിച്ചെടുത്ത് പിന്നെ അജുവും മുന്നായും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ പോയില്ല. ഞാൻ പള്ളിയിൽ പോകണമെന്നൊക്കെ വിചാരിച്ചാണ്, പിന്നെ പള്ളിയിൽ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈദ്ഗാഹിന് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും. മാത്രമല്ല കുഞ്ഞിനെ മാറിയെടുക്കാനൊന്നും ആരും ഇല്ലല്ലോ. ബോയ്സിന് ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ ജെൻസിന് ഒരു സെക്ഷൻ, വുമൻസിന് വേറെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മട്ടൻ മപ്പാസും പൊറോട്ടയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഉച്ചത്തേക്കുള്ള ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴാണ് കേട്ടോ കഴിച്ചത്. പക്ഷേ കാണിച്ചപ്പം ഒരുമിച്ചാണെന്നുള്ളൂ, ഇടയ്ക്ക് വീഡിയോസ് എടുക്കാത്തതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈദിൻ്റെ കോസ്റ്റ്യൂം വൈറ്റ് അല്ലായിരുന്നു. ഞാൻ പിന്നെ കുഞ്ഞിനും അജുവിനും വൈറ്റ് ഇട്ടത് കൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇട്ടെന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാണ് കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല, ചുമ്മാ പോയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് സ്നാക്സൊക്കെ പൊരിച്ച് കഴിച്ചു. പിന്നെ ഫോട്ടോസ്, എൻ്റെ ഈദ് കോസ്റ്റ്യൂമും നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം. നമ്മുടെ ഈദ് ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ, വലിയ ആഘോഷങ്ങളും പരിപാടികളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ.